ഒന്ന് കാർട്ടെ. നിങ്ങളല്ലല്ലോ അടുത്തത്? ഞാനല്ല, എനിക്ക് അത്യാവശ്യം ഉണ്ടേനി പോയി തീരെ നിക്കാൻ കഴിയില്ല ഇവിടെ. വന്നോളൂ. എന്താ ബുദ്ധിമുട്ട്? ചൊറിച്ചില്. ആ കുട്ടി ഉറങ്ങിനി. ഞാൻ ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. വിറക് കത്തിക്കുമ്പോക്കിന് കുട്ടി ഉണരും. ഗ്യാസ് ഒന്നും ഇപ്പൊ കത്തിക്കണ്ട, അടുപ്പട് തീ കൂട്ടിയിട്, അപ്പത്തിന് ഞാൻ വരൂ. ഇതിനു മുമ്പ് ഇങ്ങനെ ചൊറിച്ചിലുണ്ടായിട്ടുണ്ടോ? ഇല്ല ആദ്യമായിട്ടാണോ? ആ ഹലോ പറയ്. ഇതൊക്കെയുമ്മ കറിക്കാൻ നോക്കിയപ്പോ മുളക് പൊടിയും കാണില്ല. ഞാനില്ലേ അത് കഷ്ടപ്പെട്ട് ഉണക്കി വെച്ചിഞ്ഞത്. ഇപ്പൊ എവിടെ പോയി? എവിടെയും കാണില്ലല്ലോ. എനിക്കിന്ന് ഉച്ചക്ക് കറിയേക്കാളുള്ള മുളകും പൊടി 2 സ്പൂണ് തയ്ച്ചു ഞാൻ ആ കുപ്പിയിലിട്ട് വെച്ചാണ്. എടുത്ത് വെച്ചിട്ട് കറി ഉണ്ടാക്കിക്കോട്ടെ. എടുത്തിട്ട് വേറെ ഒന്നും എടുക്കണ്ട, ഇതുള്ള മുളക് ഒന്നായിട്ട് അവിടെ ഇട്ടുവിടും. നോക്കേ, നിങ്ങൾ അർജന്റ് എന്നും പറഞ്ഞ് കേറി വന്നാണ്. അർജന്റ് തന്നെ. ആ പറഞ്ഞൂടെ. അല്ലമ്മ, മീൻ പൊരിച്ചാ നോക്കിയപ്പോ വെളിച്ചെണ്ണയും കാണില്ല. ഒരു കന്നാസ് നിറച്ചും വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്നിച്ചില്ലേനോ? അതൊക്കെ എവിടെ നിങ്ങൾ കൂട്ടിച്ചേ? ഇന്ന് മീൻ പൊരിച്ചുള്ള വെളിച്ചെണ്ണൊക്കെ ആ കുപ്പിൻ്റെ അടിയിൽ എന്തായാലും ഉണ്ട്. അവിടുത്തെ പൊരിക്കുകയാണെങ്കിൽ പൊരിച്ചോ, അല്ല ഞാൻ അവിടെ വന്നിട്ട് പൊരിച്ചോ. ഞാൻ ഡോക്ടറെ മുമ്പിലല്ലേ ഇപ്പടി വരും. ഞാൻ ടോക്കനും കൂടി എടുക്കാതെ വേഗം കയറിയതാ. എൻ്റെ ഒരു മീൻ പൊരിച്ചണ തിരക്ക്. പൊരിച്ചല്ലേ അതൊക്കെ തിന്നാൻ കഴിയും. നിങ്ങൾ എവിടെയും കാണിച്ചിട്ടുണ്ടോ ആദ്യം? ഇല്ല, ഞാൻ മരുന്ന് ഷോപ്പിൽ നിന്ന് പറഞ്ഞു വാങ്ങിനി മരുന്ന്. ഒരു പൊറ്റാളൊക്കെ തന്നെ, ഒരു മഞ്ഞ കളറിലുള്ള ദേശം പിടിച്ചല്ലേ. എത്ര പറഞ്ഞോട്. അല്ലമ്മ, നിങ്ങൾ എന്തിനാ എല്ലാ സാധനം ഇങ്ങനെ കൂട്ടി വെക്കണേ? നോൺ സ്റ്റിക്കിന്റെ പാത്രമാണെങ്കിൽ അത് നോക്കിയിട്ട് കാണില്ല. ഞാൻ എന്താ ഇതൊക്കെ ഇൻഡോർക്ക് കൊണ്ടുപോകും. നിങ്ങൾ എന്തിനാ എല്ലാം ഇങ്ങനെ കൂട്ടി വെക്കണേ? ആ ചാവി എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു നിങ്ങള്. ഇതിപ്പോ അവിടെ ഉള്ളതൊക്കെ എടുത്ത് വെക്കാണെങ്കിൽ വെച്ചോ കേട്ടോ, അല്ലെങ്കിൽ വെക്കണ്ട. കുട്ടീനെ നോക്കി അവിടെ നിന്നോ. ചാവി ഒന്നും ഇപ്പൊ എനിക്ക് കിട്ടണോടത്തൊന്നുമില്ല. നോക്കി, നിങ്ങൾ അർജന്റ് ആണെന്ന് പറഞ്ഞ് കേറിയതല്ലേ. ഹലോ ഹലോ ഹലോ, നോക്ക് മോളെ അമ്മായിയമ്മ ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടറാണ്. പിന്നെ അമ്മായിയമ്മക്ക് ചൊറിച്ചിലാണ്, അർജൻറ്റ് ചൊറിച്ചിലെന്നും പറഞ്ഞ് കയറിയതാണ്. അതുകൊണ്ട് അർജൻറ്റായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടാക്കാതിരുന്നാൽ എത്രയും പെട്ടെന്ന് ഈ ചൊറിച്ചിലൊന്നും ഒഴിവാക്കാമായിരുന്നു. ചികിത്സ എനിക്കറിയായിട്ടല്ല. പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട. ഭക്ഷണം എല്ലാം അങ്ങ് പുഴുങ്ങിയാൻ കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഇടണ്ട, മുളക് ഇടണ്ട, ഉപ്പ് ഇടണ്ട, ഒന്നും ഇടണ്ട. മനസ്സിലായില്ലേ?